ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വ്ളോഗോ ലൈഫോ ഒന്നുമല്ല, കിച്ചൺ ടിപ്സ് ആണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴത്തേന് അതിൻ്റെ ഷേപ്പ് ശരിയാവില്ല എന്നുള്ള എല്ലാവരുടെയും പരാതിയാണ്. അതിനായിട്ടുള്ള അടിപൊളി ടിപ്പാണ് നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയില. അത് ജസ്റ്റ് കയ്യിൽ വെള്ളമാക്കി തടവിയാലും മതി. അപ്പം അത് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ഉഴുന്നിൻ്റെ മാവ് എടുത്തിട്ട് കയ്യിലും വെള്ളം തടവണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിലും വെള്ളം തടവിട്ട് ഹോൾ ഇട്ട് കൊടുത്ത് നേരെ നമ്മൾ ഓയിലോട്ട് അങ്ങ് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് അടിപൊളിയായിട്ട് നന്നായിട്ട് ഷേപ്പും കിട്ടും കേട്ടോ. പിന്നെ ബാക്കി അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, കൈ പൊള്ളുകയില്ല, കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളം അരിപ്പ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേന് നമ്മൾ ഓയിൽ ഇടുമ്പോഴത്തേന് അതിൽ വെള്ളം പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ കൈ വെച്ചിട്ട് വെള്ളം തടവി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മേൽക്കൊക്കെ ചിലപ്പോൾ ഓയിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെയ്യുമ്പോഴത്തേന് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം അങ്ങനെ ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഞാൻ ആദ്യമൊക്കെ വാഴയുടെ ഇലയിലൊക്കെ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പം ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്തപ്പോഴത്തേന് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മുടെ ഉഴുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ വേപ്പില നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ്. പെട്ടെന്ന് നാശമാവുക, പെട്ടെന്ന് ഇത് ഉണങ്ങി പോവുക എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നർ എടുക്കുക. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ വേപ്പില ഇങ്ങനെ ഉരിഞ്ഞിട്ട് നമ്മൾ തണ്ടില്ലാതെ അതിൻ്റെ തണ്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഉരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഈ നമ്മുടെ വേപ്പില അതിൽ ഒരിക്കലും വെള്ളം തട്ടാനായിട്ട് പാടില്ല. വെള്ളം തട്ടിയത് ഇങ്ങനെ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോഴത്തേന് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ വെള്ളം തടവി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് മുകളിൽ വെള്ളം ആവുകയോ ചെയ്യരുത്. നമ്മൾ കണ്ടെയ്നറിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തതിന് ശേഷം വേണം ഇതിലിട്ട് വെക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ചയും, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആഴ്ചയും വേപ്പില കേടുവരാതെ അത് ഉണങ്ങാതെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഗൾഫിലുള്ളവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പെട്ടെന്ന് നാശമാവുമല്ലോ ചിലത്. അപ്പം ഇങ്ങനെ ചെയ്താൽ നമുക്ക് 3 വീക്സ് നമുക്ക് ഫ്രിഡ്ജിലും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഒരാഴ്ച വരെ ഇതിരിക്കും കേട്ടോ. പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് വരും, നമ്മൾ അയൺ ബോക്സ് നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഹൈ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേന് നന്നായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫോറിൻ ക്ലോത്ത്സോ അല്ലെങ്കിൽ ഷിഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ അപ്പം അത് പോവാനായിട്ട് അതിൻ്റെ ആ ഒരു കരിഞ്ഞ കണക്ക് ആവാനും ചാൻസ് ഉണ്ടാകും. ഇങ്ങനെ കളർ വരാനത് കരിഞ്ഞിട്ട് അങ്ങനെ അത് നമ്മുടെ അയൺ ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് ഇനിയുള്ള ടിപ്പ്. അപ്പം അത് നമ്മൾ അയൺ ബോക്സ് ഹൈ ടെമ്പറേച്ചറിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പില്ലേ, ഇത് നമ്മൾ അയൺ ബോക്സ് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നല്ല ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് അയൺ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൺ ബോക്സിമത്തെ നമ്മുടെ ആ കരി പിടിച്ചിരിക്കുന്ന സംഭവമില്ലേ, നമ്മുടെ ക്ലോത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്, അതൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ പുതിയതുപോലെ ഇരിക്കട്ടെ നമ്മുടെ അയൺ ബോക്സ്. അപ്പം ഇതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള നമുക്ക് വീഡിയോ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അന്നേരം ഗസ്റ്റ് വന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അങ്ങനെ വെച്ച് പോയിട്ടാണ്. അപ്പം അതിൻ്റെ മേളിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മളെ വീട്ടിലെപ്പോഴും കത്രിക പെട്ടെന്ന് അങ്ങ് മൂർച്ചം കുറയും. അത് നമ്മൾ മീൻ വെട്ടാൻ ഉപയോഗിക്കുന്നതായാലും നമ്മൾ തുണിയൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്നതായാലും. അപ്പം അത് മൂർച്ച കൂട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. നമ്മളൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ എടുത്തിട്ട് അത് നമ്മളിങ്ങനെ കുറേ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക, മടക്കി നന്നായി കട്ടിക്ക് അങ്ങ് മടക്കിയെടുക്കണം. അങ്ങനെ കട്ടിക്ക് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി കട്ടിക്ക് നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നന്നായിട്ട്
ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേന് നന്നായിട്ട് കത്രികയുടെ മൂർച്ചം കൂടി കിട്ടും. അത് പിന്നെ നമുക്ക് 2-3 കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും കത്രികേൻ്റെ ആ ഒരു മൂർച്ച കൂടി നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാധാ പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അത് നന്നായിട്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. കത്രികയ്ക്ക് നന്നായിട്ട് മൂർച്ച കൂടും. അതപ്പം നമ്മൾ കത്രിക മൂർച്ച കുറയുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റം അറിയാനായിട്ട് പറ്റും. പിന്നെ ഇതാ നമ്മുടെ മിക്സീൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ച കുറയുന്നത് കൂട്ടാനായിട്ടാണ്. ഇപ്പം നമ്മുടെ മിക്സിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാരണം സുജാത ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം അത്രയും മൂർച്ച ഉണ്ടാവും എത്ര നമ്മൾ യൂസ് ചെയ്താലും. അപ്പോൾ ഞാൻ വേറെ വല്ല കമ്പനീൻ്റെ മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറയും. അപ്പോൾ ഇതേ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ഇതിലങ്ങ് ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അരയ്ക്കുന്ന പോലെ ഇങ്ങനെ മിക്സിയിലിട്ടൊന്നിങ്ങനെ അടിച്ചെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നന്നായിട്ടത് പൊടിഞ്ഞ് കണക്കായിട്ടുണ്ടാവും. മിക്സീൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ചയായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം നല്ല വീഡിയോസായിട്ട് നല്ല റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.